നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിനെ പറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെയുണ്ട് നോൺ പ്രീഎംപ്റ്റീവ് ആയിട്ടുള്ള ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് എന്ന് പറഞ്ഞ് പഠിച്ചു. ഏതൊക്കെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ഉണ്ടായിരുന്നു, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ഉണ്ടായിരുന്നു, നോൺ പ്രീഎംപ്റ്റീവ് ആയിട്ട് ചെയ്യുന്ന പ്രയോറിറ്റി ഷെഡ്യൂളിംഗും ഉണ്ട്. അതിനകത്ത് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. അപ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിന് നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഷെഡ്യൂളിംഗ് അൽഗോരിതം എന്നും ചില ടെക്സ്റ്റിനകത്ത് പറയാറുണ്ട്. ഇനി ഈ പ്രോസസ്സ് എന്താ ചെയ്യുന്നത്? ആദ്യം വരുന്ന പ്രോസസ്സിനെ ആദ്യം എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കും. അപ്പോൾ അത് എന്താണ്? അതിന്റെ ബേസ്റ്റ് ടൈം ഒന്നും വെച്ചിട്ടല്ല ചെയ്യുന്നത്, CPU ബേസ്റ്റ് ടൈം ഒന്നും വെച്ചിട്ടല്ല ചെയ്യുന്നത്. ആദ്യം ആരാണോ വരുന്നത് അവരെ നമ്മൾ ആദ്യമായിട്ട് CPUവിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ പോളിസിനെയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിനെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഷെഡ്യൂളിംഗ് അൽഗോരിതം യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇഷ്യൂ ഉണ്ടാവും. അതിനെ നമ്മൾ കോൺവോ ഇഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് ഈ കോൺവോ ഇഫക്റ്റ്? അതായത് ഞാൻ ആദ്യമായിട്ട് വന്നത് ഒരു 50 യൂണിറ്റ്സ് ഓഫ് ടൈം വേണ്ട ഒരു പ്രോസസ്സാണെന്ന് വിചാരിക്കുക. അടുത്തതായിട്ട് വരുന്നത് ഒരു 2 യൂണിറ്റ് ടൈമും വേറൊരെണ്ണം 1 യൂണിറ്റ് ടൈമും ഉള്ള അങ്ങനെ 3 പ്രോസസ്സാണ് ഉള്ളത്. ഒന്ന് 50 യൂണിറ്റ്, 2 യൂണിറ്റ് ഓഫ് ടൈം ഉള്ളത്, മൂന്നാമത്തെ പ്രോസസ്സിന് 1 യൂണിറ്റ് ടൈം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വന്നത് ആരാണ്? 50 യൂണിറ്റ് ടൈമിലുള്ള ആളാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ CPUയിലിട്ട് അലോക്കേറ്റ് ചെയ്യും. അങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 യൂണിറ്റ് കഴിഞ്ഞാൽ മാത്രമേ P2 എന്ന് പറഞ്ഞ പ്രോസസ്സിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത്രയും ടൈം വേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ്, നമ്മൾ ഒരു ഹർത്താൽ ദിവസം ഒരു കോൺവോ ബസ് പോകുന്നത് പോലെയാണ്. അതായത് ഒരു കോൺവോ ബസ് എങ്ങനെയാണ് പോകുന്നത്? ഫ്രണ്ടിൽ ഒരു പോലീസ് ജീപ്പ് കാണും, ബാക്കിൽ കുറെ വണ്ടികൾ കാണും. ആ വണ്ടികളെല്ലാം ആ ഫ്രണ്ടിലത്തെ ജീപ്പ് പോകുന്ന അതേ സ്പീഡിൽ തന്നെ പോകേണ്ടി വരും. അപ്പോൾ അതിനെയാണ് കോൺവോ എന്ന് വിളിക്കുന്നത്, കോൺവോ ബസ്സസ് എന്നൊക്കെ വിളിക്കുന്നത്. അതേപോലെയാണ് ഇവിടെയും എന്താണുള്ളത്, കോൺവോ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. മുന്നിലുള്ളത് ഒരു സ്ലോ പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത്രയും ടൈം വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? CPUവിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുക? വൺ സ്ലോ പ്രോസസ് സ്ലോ ഡൗൺ ദ പെർഫോമൻസ് ഓഫ് എൻ്റയർ സെറ്റ് ഓഫ് പ്രോസസ്. അങ്ങനെ നമുക്ക് CPU ടൈമും വേസ്റ്റ് ആവുന്നുണ്ട്, അതർ ഡിവൈസസിന് വേണ്ടിയിട്ടുള്ള ബാക്കിയെല്ലാം എന്തിനാണ് റെഡി ക്യൂവിനകത്ത് കിടക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ എന്തിനകത്തുണ്ട്? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിനകത്തുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കോൺവോ ഇഫക്റ്റ് ഏത് ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിന്റെ ഡ്രോബാക്ക് ആണ്? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അല്ലെങ്കിൽ FIFO ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിന്റെ ഡ്രോബാക്ക് ആണ്. ഓക്കെ, നമുക്കിതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? അഞ്ച് പ്രോസസ്സ് എൻ്റെ കയ്യിലുണ്ട്. അതിന്റെ അറൈവൽ ടൈം തന്നിട്ടുണ്ട്, ബേസ്റ്റ് ടൈം തന്നിട്ടുണ്ട്. ഇവിടുത്തെ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത് CPU ബേസ്റ്റ് ടൈം ആണ്. CPU എത്രമാത്രം വേണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 5 പ്രോസസ് P1 അപ് ടു P5 ആണ് ഉള്ളത്. P1 വന്നിരിക്കുന്നത് ആദ്യമായിട്ട് വന്ന പ്രോസസ് ഏതാണ്? 0th അറൈവൽ ടൈമിൽ വന്ന പ്രോസസ്സാണ്. P3 ആണ് ആദ്യമായിട്ട് വന്നത്. അതിനുശേഷം വരുന്നത് ആരാണ്? P1 ആണ്. അതിനുശേഷം വരുന്നത് 4th യൂണിറ്റ് ഓഫ് ടൈമിൽ എന്ത് വരുന്നുണ്ട്? P5 വരുന്നുണ്ട്. അതിനുശേഷം P4ഉം P2ഉം വരുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിന്റെ അറൈവൽ ഇരിക്കുന്നത്. അപ്പൊ ഇനി എന്താണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്? ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ആവറേജ് വെയിറ്റിംഗ് ടൈമും ആവറേജ് ടേൺ ഓവർ ടൈമും കണ്ടുപിടിക്കുക. ചിലപ്പോൾ PSC ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ ഗേറ്റ് ക്വസ്റ്റ്യൻസിൽ എന്താ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐദർ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിന്റെ P3 എന്ന് പറയുന്ന പ്രോസസ്സിന്റെ വെയിറ്റിംഗ് ടൈം ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റം ആണെന്ന് വിചാരിക്കുക, അതിന്റെ ആവറേജ് വെയിറ്റിംഗ് ടൈം അല്ലെങ്കിൽ ആവറേജ് ടേൺ ഓവർ ടൈം ചോദിക്കാം. അപ്പോൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ള കാര്യം നമുക്ക് പഠിക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറയുന്നത് ആദ്യം വരുന്നതാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക. സോ 0th ടൈമിൽ ആരുണ്ട്? എൻ്റെ കയ്യിൽ P3 ആണുള്ളത്. സോ P3നെ ഞാൻ എന്ത് ചെയ്യുന്നു? P3നെ ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വിടും. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര സമയമാണ് വേണ്ടത്? P3 എക്സിക്യൂട്ട് ചെയ്യാൻ 2 ബേസ്റ്റ് ടൈം ആണ് വേണ്ടത്. സോ P3 എക്സിക്യൂട്ട് ചെയ്യുന്നു, 2 ബേസ്റ്റ് ടൈം വരെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റ് ഓഫ് ടൈം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യണം. വീണ്ടും പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? യെസ്, വന്നിട്ടുണ്ട്. ആര് വന്നിട്ടുണ്ട്? P1 വന്നിട്ടുണ്ട്. P1ന്റെ ബേസ്റ്റ് ടൈം എത്രയാണ്? P1ന്റെ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത് 4 ആണ്. സോ അപ് ടു 6 യൂണിറ്റ് ഓഫ് ടൈം വരെ ആര് വർക്ക് ചെയ്യും? P1 വർക്ക് ചെയ്യും. സോ അതിനെ P1ഉം അപ്പോൾ കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഓരോ ഡിഫറെന്റ് കളേഴ്സ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, ഇത് യെല്ലോ ആണ്.
ഇനി അടുത്തത് ആ ടൈമിൽ വന്നത് P5 ആണ്. സോ P5 എഴുതുക. P5 എന്ന് പറയുന്നത് എത്ര യൂണിറ്റ് ഓഫ് ടൈം ആണുള്ളത്? P5 എന്ന് പറയുന്നത് നമുക്ക് അറിയാം, P5 എന്ന് പറയുന്നത് 3 യൂണിറ്റ് ടൈം ആണ്. സോ അതിനു വേണ്ടി നമുക്കൊരു കളർ കൊടുക്കാം. സോ ബ്ലൂ കളർ കൊടുക്കുന്നു. 3 യൂണിറ്റ് ടൈം ആണ് എക്സിക്യൂട്ട് ചെയ്തത്. സോ 6 + 3 9. ഇനി അടുത്തത് P4ഉം P2 ഉണ്ട്. സോ ഞാൻ ആദ്യം ഓർഡറിൽ തന്നെ എഴുതാം. P2 എന്ന് പറഞ്ഞ് ഞാൻ എഴുതി. P2ൻ്റെത് എത്രയാണ്? 3 യൂണിറ്റ് ടൈം ആണ്. സോ 12. ദെൻ അടുത്തത് എന്താണ്? P4 ആണ്. സോ P4 ചെയ്തു. P4 എന്ന് പറയുന്നത് എത്രയാണ്? 1 യൂണിറ്റ് ടൈം ആണ്. സോ ടോട്ടൽ 30. അപ്പോൾ ഇവിടെ ഇതിനെയാണ് ജാൻ ചാർട്ട് എന്ന് വിളിക്കുന്നത്. ഈ നമ്മളിപ്പോൾ എഴുതിയതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജാൻ ചാർട്ട് എന്ന് വിളിക്കുന്നത്. അതിനും ഒരു ഡിഫറെൻറ്റ് കളർ കൊടുക്കാം. സോ ഇതാണ് നമ്മുടെ ജാൻ ചാർട്ട്. ഓക്കെ, അപ്പോൾ ഈ ജാൻ ചാർട്ട് വരച്ചത് കറക്റ്റ് ആണോ എന്ന് പറഞ്ഞ് നോക്കാൻ. ഇവിടെ ടോട്ടൽ ഇവിടെ 13 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ഈ ബേർസ്റ്റ് ടൈം എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴും നമുക്ക് 13 വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ ശരിയാണെന്ന് നമുക്ക് പറയാം. 4 + 3 7, 7 + 2 9, 9 + 1 10, 10 + 3 30. സോ 13 ആണ്. അപ്പോൾ കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ജാൻ ചാർട്ട് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ആവറേജ് ടേൺ അറൗണ്ട് ടൈമും ആവറേജ് വെയിറ്റിംഗ് ടൈമും എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ആവറേജ് വെയിറ്റിംഗ് ടൈമും ആവറേജ് ടേൺ അറൗണ്ട് ടൈമും കണ്ടുപിടിക്കണമെങ്കിൽ ഓരോ പ്രോസസ്സിന്റെയും ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈമും എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാം. അപ്പോൾ ആദ്യം അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? കംപ്ലീഷൻ ടൈം എഴുതാം. P1 എന്ന് പറഞ്ഞ പ്രോസസ്സ് എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തത്? 6 എന്ന് പറയുന്ന യൂണിറ്റ് ഓഫ് ടൈമിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് P2 എന്ന് പറയുന്ന പ്രോസസ്സ് എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? 12th യൂണിറ്റ് ഓഫ് ടൈമിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് എന്താണ്? P3 എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന സമയം, P3 കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന 2 എന്ന് പറയുന്ന സമയത്താണ്. ദെൻ അടുത്തത് P4 എന്ന് പറയുന്നത് എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തത്? 13നാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ P5 എന്ന് പറയുന്ന പ്രോസസ്സ് എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്? 9. സോ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അറൈവൽ ടൈമും ബേർസ്റ്റ് ടൈമും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കംപ്ലീഷൻ ടൈം നമ്മൾ ജാൻ ചാർട്ട് നോക്കി ഫിൽ ചെയ്യാം. ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാം. എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്? ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. അറൈവൽ ടൈമും കംപ്ലീഷൻ ടൈമും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ടേൺ അറൗണ്ട് ടൈം കിട്ടും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 6 മൈനസ് 2. 6 എന്ന് പറയുന്ന കംപ്ലീഷൻ ടൈമും 2 എന്ന് പറയുന്നത് അറൈവൽ ടൈമുമാണ്. സോ 4 ആണ്. അപ്പം P1ന്റെ ടേൺ അറൗണ്ട് ടൈം എന്തെങ്ങനെ കിട്ടി? 4 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി അടുത്തത് എങ്ങനെയാണ്? അടുത്തതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അറൈവൽ ടൈം എന്ന് പറയുന്നത് കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത് 12 മൈനസ് അറൈവൽ ടൈം എന്ന് പറയുന്നത് 5. സിമിലർലി ബാക്കിയെല്ലാം കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 2 മൈനസ് 0. അടുത്തത് 13 മൈനസ് 5. 13 മൈനസ് 5 എന്ന് പറയുന്നത് 8. ഇനി 9 മൈനസ് 4 എന്ന് പറയുന്നത് 5. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ടേൺ അറൗണ്ട് ടൈം കിട്ടി. ഇനി നമുക്ക് ആവറേജ് ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വെയിറ്റിംഗ് ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ കിട്ടിയ ടേൺ അറൗണ്ട് ടൈമും ബേർസ്റ്റ് ടൈമും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് അതിൻ്റെ ടേൺ അറൗണ്ട് ടൈം കിട്ടും. സോ P1 എന്ന് പറയുന്നതിൻ്റെ ടേൺ അറൗണ്ട് ടൈം ബേർസ്റ്റ് ടൈം എങ്ങനെ കിട്ടും? P1ന്റെ ബേർസ്റ്റ് ടൈം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 4 മൈനസ് 4. 4 മൈനസ് 4 എന്ന് പറയുന്നത് 0 ആണ്. 4 മൈനസ് 4 എന്ന് പറയുന്നത് 0 ആണ്. ദെൻ അടുത്തത് എന്താണ്? അടുത്തത് 7 മൈനസ് 3. 7 മൈനസ് 3 എന്ന് പറയുന്നത് 4 ആണ്. ദെൻ അടുത്തത് 2 മൈനസ് അറൈവൽ ടൈം എത്രയാണ്? 2 ആണ്. സോ ബേർസ്റ്റ് ടൈം എന്ന് പറയുന്നത് 2 ആണ്. സോ 2 മൈനസ് 2 0. അടുത്തത് 8 മൈനസ് 1. 7 ആണ്. അടുത്തത് 5 മൈനസ് 3 എന്ന് പറയുന്നത് വിച്ച് ഈസ് 2 ആണ്. സോ ഇത്രയും വാല്യൂസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ പ്രോസസ്സിൻ്റെയും ടേൺ അറൗണ്ട് ടൈമും കണ്ടുപിടിച്ചു, വെയിറ്റിംഗ് ടൈമും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ആവറേജ് ടേൺ അറൗണ്ട് ടൈമും കിട്ടി, ആവറേജ് വെയിറ്റിംഗ് ടൈമും കിട്ടി. നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. 4 + 7 11, 11 + 2 13, 13 + 8 21, 21 + 5 26. 26 ആണ് ടോട്ടൽ
വെയിറ്റ് കിട്ടിയത്. അതിന്റെ ആവറേജ് എടുക്കാൻ വേണ്ടി ഡിവൈഡഡ് ബൈ എത്ര പ്രോസസ് ഉണ്ട്, 5 പ്രോസസ് ഉണ്ട്. സോ 26 ഡിവൈഡഡ് ബൈ 5 ആണ് ആൻസർ, ദാറ്റ് ഈസ് 5.2. ഇനി 0 പ്ലസ് 4 4, 4 പ്ലസ് 0 4, 4 പ്ലസ് 7 എന്ന് പറയുന്നത് 11, 11 പ്ലസ് 2 എന്ന് പറയുന്നത് 13, 13 ഡിവൈഡഡ് ബൈ 5 വിച്ച് ഈസ് 2.6. സോ എൻ്റെ ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് 5.2 ആൻഡ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എനിക്ക് എന്തെന്ന് പറഞ്ഞ് കിട്ടി, 2.6 എന്ന് പറഞ്ഞ് കിട്ടി. സോ ദിസ് ഈസ് ദ ആൻസർ. കിട്ടിയത് അതെ 5.2 ആണ്, ആവറേജ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 2.6 ആണ്. സോ ദിസ് ഈസ് ഹൗ we do the problem regarding average waiting time and average turnaround time. Okay, അപ്പോൾ ഈ ലെക്ചർ സീരീസിൽ നമുക്ക് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് പറയുന്ന ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യം നോക്കാം. താങ്ക് യു.